ഓണമാണല്ലോ. ഞങ്ങളെ അടുത്തമകലയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ദൈവതിരുനാമത്തിൽ ഞങ്ങളുടെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ഒക്കെ സന്ദേശം വിളിച്ചുകൊണ്ട് ഒരു ഓണക്കാലം കൂടി സമാഗതമായി ഇരിക്കുകയാണ്. അടുത്തുള്ള ടൗണുകളിലൊക്കെ ചെന്നാൽ ഓണം ഓഫർ എന്ന ബോർഡ് വെച്ചുകൊണ്ട് വൻപിച്ച കച്ചവടങ്ങൾ നടക്കുകയാണ്. അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടും മറ്റ് പലവിധത്തിൽ വീടുകളൊക്കെ അലങ്കരിച്ചുകൊണ്ടും മനുഷ്യൻ ഈ കേരളത്തിൽ ഓണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാവേലി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമെല്ലാം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി മനുഷ്യൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കടന്നു വരുന്ന ഓരോ ഉത്സവകാലവും സന്തോഷപരിപൂർണമാക്കുവാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ട് ഇരിക്കുകയാണ്. ആഘോഷങ്ങളെല്ലാം അല്പമായ സന്തോഷം നൽകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള സന്തോഷം മനുഷ്യന് നൽകുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ടൗണുകളിൽ പോയി ഷോപ്പിംഗ് നടത്തുകയും വീടുകൾ അലങ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വീടുകളിൽ ഓണസദ്യ ഒരുക്കിക്കൊണ്ട് ഭക്ഷണത്തിലൂടെ സന്തോഷം കണ്ടെത്തുന്നവർ ഉണ്ട്. പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയുന്നത് സന്തോഷമായി കരുതുന്നതുണ്ട്. ഭക്ഷണം കഴിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത് എന്നൊന്നും മോശമായ കാര്യമല്ല, വളരെ നല്ലതായ കാര്യമാണ്. എന്നാൽ ഇത്തരം ആഘോഷത്തെ സന്തോഷപൂർണ്ണമാക്കുവാൻ വേണ്ടി മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരു കാര്യവും വളരെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓണം കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങുന്ന വർത്തമാന പത്രങ്ങളിൽ ഒരു വാർത്ത വരും. ഓരോ ജില്ലയിലും വിൽക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന മദ്യത്തിന്റെ കണക്ക്, ആ മദ്യത്തിന്റെ കച്ചവട മുഖാന്തരം ഉണ്ടായ കോടിക്കണക്കിന് രൂപയുടെ ലാഭം. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പത്രം വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യം, സ്കൂളുകളിൽ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകന് ലഭിച്ചിരിക്കുന്ന ബോണസ് എന്ന് പറയുന്നത് കേവലം 3000 രൂപയാണ്. അതേസമയം ബിവറേജ് കോർപ്പറേഷനിൽ മദ്യം വിളമ്പി കൊടുക്കുന്ന തൊഴിലാളിക്ക് ലഭിച്ചിരിക്കുന്ന ബോണസ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മേലെ രൂപയാണ്. എന്തുകൊണ്ടായി ഈ മദ്യശാലയിലുള്ള ജോലിക്കാർക്ക് 1 ലക്ഷത്തിന് മേലെ ബോണസ് കൊടുക്കുവാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, അത്രയ്ക്കും പൊടിപിടിച്ച കച്ചവടമാണ് മദ്യശാലകൾ നടക്കുന്നത് എന്ന് അത് വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ മദ്യശാലകൾ മനുഷ്യനെ കൊള്ളയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊള്ളലാഭം കരസ്ഥമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇത്തരത്തിൽ മദ്യവിൽപ്പനശാലകൾ മനുഷ്യനെ കൊള്ളയടിക്കുന്നു എങ്കിലും എല്ലാ ആഘോഷങ്ങളിലും മദ്യവും മറ്റ് ലഹരി വസ്തുക്കളുമെല്ലാം ഒരു അവശ്യ ഘടകമാക്കി കേരളത്തിലെ ജനത മാറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ആഘോഷവേളകളിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമാകുന്ന സന്തോഷമോ സമാധാനമോ നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഒത്തിരി ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ദൂഷ്യപരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും അതവസാനം നിത്യമാകുന്ന ദുഃഖത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും മനുഷ്യൻ വഴിഞ്ഞു വീഴുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഓണക്കാലത്ത് തിരുവോണ ദിവസം എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അപ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ അവിടുത്തെ കുടുംബനാഥ കുഞ്ഞുങ്ങളുടെ അമ്മ ഇങ്ങനെ ഓണസദ്യയൊക്കെ വളരെ തിരക്ക് വിളിച്ച് ജോലി ചെയ്ത് അങ്ങനെ ഓണസദ്യയെല്ലാം ഒരുക്കി
ഒരു 7 കൂട്ടം കറിയും പഴവും പായസവും പപ്പടവുമെല്ലാം ഒരുക്കി വെച്ചു. അങ്ങനെ 1 മണിയായപ്പോൾ പുറത്തേക്ക് പോയ തന്റെ ഭർത്താവിന്റെ വരവും കാത്ത് ആ സഹോദരി അങ്ങനെ ഇരിക്കുകയാണ്. ഭർത്താവ് വന്നിട്ട് വേണം ഒരുമിച്ച് ഓണസദ്യ കഴിക്കുവാൻ. അങ്ങനെ 1 മണിയായി, 1:30 ഭർത്താവിനെ കാണുന്നില്ല. കാരണം ഭർത്താവ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ ഭർത്താവ് തന്റെ സുഹൃത്തുക്കളുമൊത്ത് മദ്യപിച്ച് ഓണം ആഘോഷിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിച്ച് മതോന്മത്തനായ കുടുംബനാഥൻ 2 മണിയായപ്പോൾ വീട്ടിലേക്ക് വരികയാണ്. 2 മണി വരെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാതെ ആ സഹോദരി കുഞ്ഞുങ്ങളും തന്റെ ഭർത്താവിന്റെ വരവും കാത്തുകൊണ്ട് ഇരിക്കുകയാണ്. 2 മണിയായപ്പോൾ സംഭവിച്ചത്, മദ്യപിച്ച് മതോന്മത്തനായി 4 കാലിലേക്ക് വന്ന ആ കുടുംബനാഥൻ കയറി വന്ന ഉടനെ തന്നെ ആ ഭാര്യയുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാവുകയും അന്ന് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഓണസദ്യ മുഴുവനും എടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിയുകയും മാത്രമല്ല ആ സഹോദരിയെയും ചവിട്ടി പുറത്തേക്ക് തള്ളുകയും അങ്ങനെ സന്തോഷത്തിന്റെ ദിവസം മുഴുവനും അസമാധാനവും വഴക്കുമായി ആ തിരുവോണ ദിവസം മാറ്റപ്പെട്ട ഒരവസ്ഥയുണ്ടാകും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ചിലരുടെ കുടുംബങ്ങളിലെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിരിക്കാം. പ്രിയമുള്ളവരെ, സന്തോഷത്തിന് വേണ്ടി ആശ്രയിച്ച മദ്യം അവസാനം കുടുംബ സമാധാനം തകർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും കെടുത്തിക്കൊണ്ട് ആ സന്തോഷ ദിവസത്തെ മുഴുവനും ദുഃഖത്തിലേക്കും വേദനയിലേക്കും തള്ളിവിടുവാനിടയായി. ഇത്തരത്തിൽ സന്തോഷത്തെ മുഴുവനും വേദനയിലേക്ക് തള്ളിവിട്ടതിന്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് ഈ മദ്യത്തിന്റെയും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെയും ഉപയോഗമാണ്. ഇതിങ്ങനെ ഏതെങ്കിലും ആഘോഷവേളകളിൽ മാത്രമല്ല, മനുഷ്യൻ എന്താ ആഘോഷമുണ്ടെങ്കിലും മദ്യം ഒരു പ്രധാന ഘടകമായി മനുഷ്യൻ മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് പലപ്പോഴും പലയിടങ്ങളിലും ബോധവൽക്കരിക്കുന്നുണ്ട് എങ്കിൽ തന്നെ പല കാര്യങ്ങളിലും ബോധവാന്മാരായിരിക്കുന്ന മനുഷ്യൻ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ മാത്രം ഇതുവരെ ഒരു ബോധം ഉണ്ടാകുന്നില്ല. മനുഷ്യൻ അതിനുവേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെന്ത് കാര്യം പറഞ്ഞിരുന്നാലും സ്വീകരിക്കുന്നതായ മനുഷ്യൻ പലപ്പോഴും അവന്റെ ജീവിതത്തെ നിത്യമാകുന്ന ദുഃഖത്തിലേക്കും നിത്യമാകുന്ന പ്രശ്നങ്ങളിലേക്കും വഴിതിരിച്ചുവിടുന്ന ലഹരിയോട് വിട പറയുവാൻ മാത്രം മനുഷ്യൻ ഒരുപെടുന്നില്ല. മാത്രവുമല്ല, മനുഷ്യനെന്ന് നല്ല കാര്യങ്ങൾ പറയുന്നതിനേക്കാളുപരിയായി മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെക്കാളുപരിയായി മോശം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മനുഷ്യൻ മുമ്പിൽ കൊണ്ട് ഓടുകയാണ്. നന്മയെക്കാളുപരിയായി തിന്മയിലേക്ക് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യ ജീവിതം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പല സന്തോഷ സുഖങ്ങളെയും ദുഃഖത്തിന്റെയും പ്രശ്നങ്ങളുടെയും കയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ നിത്യമാകുന്ന അസന്തുഷ്ടിയിൽ നിന്ന് മനുഷ്യനങ്ങനെ സന്തോഷം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യനങ്ങനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നടക്കുവാൻ സാധിക്കും. നാളുകളായി മനുഷ്യന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യമാണ്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാൻ മനുഷ്യൻ ചിലപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ്. തിന്മയിൽ ജീവിക്കുന്നതായ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് അതൊരു ഇരുളടങ്ങ ഒരു ജീവിതമാണ്, അതൊരു അസത്യം നിറഞ്ഞതായ ജീവിതമാണ്. ഇത് മനസ്സിലാക്കിയ പുരാതന മാമുനിമാർ അവർ ഇപ്രകാരം ഒരു പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലി, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. എന്താണ് അതിന്റെ അർത്ഥം? അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ, ഇരുളിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കണമേ. അപ്പൊ ചിന്തയിലേക്ക് പോകുന്നതായ മനുഷ്യന്റെ ജീവിതം അവൻ അസത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അവൻ ഇരുളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അവൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു വിമോചനം ആവശ്യമാണ്.
ഇത്തരത്തിൽ അസത്യത്തിലും ഇരുളിലും നിത്യമാകുന്ന മരണത്തിൽ കഴിയുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു പദമുണ്ട്. അത് പാപമെന്നാണ്. പാപമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റിയ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏകീകരിച്ച ഏകമതമാണ് പാപം. അപ്പോൾ ചോദിക്കും, ആരാണ് പാപികൾ, ആരാണ് പാപം ചെയ്യുന്നവർ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. ജാതി മത വർഗവർണ്ണ വ്യത്യാസമല്ലേ അത് കണ്ടുവരുന്നോ പാപർന്നെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ഉന്നത നേതാവെന്നോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. ഈ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് മനുഷ്യൻ നന്മയേക്കാൾ തിന്മയിലേക്ക് പോകുന്നത്. മാത്രമല്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ആൾക്കാർ കുറവാണ്. ഞാനിതുപോലെയുള്ള ദേശങ്ങളിൽ ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള ചില ഇടവഴികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച, ചില പുഴ സൈഡിലെല്ലാം വരുന്നുകൊണ്ട് ഒരു 30-40 വയസ്സായ ആൾക്കാരെല്ലാം 12-13 വയസ്സുള്ള ചെറുപ്പക്കാരെ ഒക്കെ കൂട്ടിവരുത്തി അവിടെ അടുത്തുള്ള ആ പുഴക്കരയിൽ മുളങ്കാടിന്റെ തണലിൽ ഇരുന്നുകൊണ്ട് എവിടെന്നെങ്കിലും മേടിച്ചു കൊണ്ടുവന്ന മദ്യമെല്ലാം, എന്നിട്ട് ഈ 12-13 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവന്ന അടുത്തുള്ള കടയിൽ നിന്ന് പ്ലാസ്റ്റിക് ഗ്ലാസ് മിച്ചറും അച്ചാറും ഒക്കെ അവരെ കൊണ്ട് മേടിപ്പിച്ചുകൊണ്ട് വന്ന ശേഷം ഈ കൊച്ചുകുട്ടികളെ കൂടെ മദ്യപാനം പഠിപ്പിക്കുകയാണ്. മനസ്സോടുകൂടെ ഒരു 12-13 വയസ്സുള്ള അവൻ മദ്യപാനം ആരംഭിക്കും. എന്നാൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഇവനെ മദ്യപാനം പഠിപ്പിച്ച ഗുരുനാഥനേക്കാൾ വലിയ മദ്യപാനിയായി ഇവൻ മാറുന്ന ഒരു കാഴ്ചയാണ്. അവൻ പിന്നെ അവന്റെ സുഹൃത്തുക്കളെ കൂടെ മദ്യപാനം പഠിപ്പിക്കുകയാണ്. നന്മയെക്കാളുപരിയായി തിന്മയുടെ വ്യാപനം വളരെ വേഗത്തിൽ നടക്കുകയാണ്. നന്മയുടെ കാര്യങ്ങളോ നല്ല കാര്യങ്ങളോ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കുവാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലാതെ വന്നിരിക്കുന്ന കാര്യമാണ്. എന്താണ് ഇത്തരത്തിൽ മനുഷ്യൻ നന്മയെക്കാളുപരിയായി തിന്മയിലേക്ക് പോകുന്നത്? അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ കുടികൊള്ളുന്ന പാപമാണ്. അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. ഇനി അങ്ങനെയുള്ള പാപങ്ങൾക്ക് എന്താണ് അതിന്റെ പരിണിതഫലം? വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് നിത്യമാകുന്ന ഒരു ശിക്ഷാവിധിയാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ കുറ്റവാളികൾക്കെല്ലാം ശിക്ഷ കൊടുക്കുവാൻ ഇവിടെ നിയമ കോടതിയും ഉള്ളതുപോലെ തന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ മനുഷ്യൻ ചെയ്യുന്ന ഇത്തരം ദുഷ്പ്രവർത്തികൾക്ക് ഒരു നിത്യമാകുന്ന ശിക്ഷാവിധി ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും, എന്താണ് താങ്കൾ പറയുന്നത്? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശിക്ഷിക്കപ്പെടുവാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? പാപം ചെയ്ത് എല്ലാവർക്കും ശിക്ഷയുണ്ടെങ്കിൽ പിന്നെ പാപം ചെയ്തവർക്കെല്ലാം ശിക്ഷയുണ്ടെങ്കിൽ, എല്ലാവരും പാപം ചെയ്തവരാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരുപോലെ ശിക്ഷയില്ലേ? പിന്നെ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ പാപം ചെയ്തതായ എല്ലാ മനുഷ്യർക്കും നിത്യമാകുന്ന ശിക്ഷാവിധിയുണ്ട്. എന്നാൽ ആ ശിക്ഷാവിധിയിൽ അകപ്പെടാതെയുള്ള ഒരു രക്ഷാമാർഗവും ദൈവം മനുഷ്യരാശിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആ രക്ഷയുടെ ഒരു മാർഗത്തെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ വേണ്ടി കൂടെയാണ് ഞാൻ എന്റെ സമയം ഉപയോഗിക്കുന്നത്. അങ്ങനെ പാപിയായി തീർന്നതായ മനുഷ്യൻ ശിക്ഷയിലേക്ക് നടക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് ഒരു വിമോചനം മനുഷ്യന് ആവശ്യമാണ്. പാപത്തെക്കുറിച്ചുള്ളതായ ശിക്ഷയുടേതായ ആ വലിയൊരു ഭയം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കണമെന്നും നിത്യമാകുന്ന ഒരു മോക്ഷം അഥവാ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് ഒരു രക്ഷ വേണമെന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആ ആഗ്രഹത്തിന്റെ പരിണിതഫലമായി മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ ഉരുത്തിരിച്ചെടുത്ത അനേക ആശയങ്ങൾ ലോകത്തിൽ ഉളവാക്കി. അങ്ങനെ പാപത്തിൽ നിന്നുള്ള രക്ഷയുടെ മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ മനസ്സിൽ ഉരുത്തിരിച്ചെടുത്ത ആശയങ്ങളുടെ ഒരു സമാഹാരമാണ് ലോകത്തിൽ ഉടലെടുത്തിട്ടുള്ള ഓരോ മതങ്ങളും.
ഓരോ മതങ്ങളും അവർ ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ്. ചിലർ ദൈവത്തെക്കുറിച്ച് ഒത്തിരി ആൾക്കാരാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചില വ്യക്തികളാകട്ടെ ഒരാളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ലോകത്തിൽ പല മതങ്ങളുണ്ട്, പല ആശയങ്ങളുമൊക്കെ ഉണ്ട്. എല്ലാ മതങ്ങളിലും തന്നെ നല്ല നല്ല സാൻമാർഗികപരമായ ആശയങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി ലോകത്തിൽ ഉളവാക്കപ്പെട്ടിരിക്കുന്നതായ മതങ്ങൾ നന്മയെക്കാൾ ഉപരിയായി തിന്മയാണ് ലോകത്തിൽ ഉളവാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇന്നും ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പലവിധമായ യുദ്ധങ്ങൾ നടക്കുകയും അനേക കോടി രൂപയുടെയും മാനവരാശിയുടെയും ഒക്കെ നാശത്തിന് കാരണമായതിന് പിന്നിൽ മതങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. കാരണം എന്താണ്? സത്യദൈവത്തെക്കുറിച്ച് യഥാർത്ഥപരമായ കാഴ്ചപ്പാടില്ലാതെ മനുഷ്യന്റേതായ മസ്തിഷ്കത്തിൽ ഉൾപ്പെടുത്തിയെടുത്ത ആശയങ്ങളുടെ സമാഹാരത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന മനുഷ്യന്റെ സ്വാർത്ഥ ചിന്താഗതികൾ മനുഷ്യനെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ മതങ്ങൾക്കൊരിക്കലും മനുഷ്യന് മോക്ഷം നൽകുവാനോ മതങ്ങൾക്കൊരിക്കലും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനോ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യന് നന്മയിലേക്കും പാപത്തിൽ നിന്നുള്ള വിമോചനത്തിലും നയിക്കുവാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ മനുഷ്യൻ മതത്തിന്റെ ആശയങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടുകിടത്ത് മാനവരാശിയെ രക്ഷിക്കണമെന്ന് സ്നേഹവാനായിരിക്കുന്ന ദൈവത്തിന് മനുഷ്യനോട് കരുണ തോന്നി. പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം മാനവരാശിയെ സ്നേഹിക്കുന്നവനായ ദൈവമാണ്. ദൈവത്തിന്റെ വചനം പ്രകാരം പറയുന്നു, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തു. ഒരമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ മാനവരാശിയെ സ്നേഹിച്ച സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. മറ്റൊരു വചനത്തിന്റെ പ്രകാരം പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. മാത്രമല്ല, മറ്റൊരർത്ഥത്തിൽ പറയുന്നു, ദൈവം സ്നേഹം തന്നെ എന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യം വരിക്കുകയാണ്. അങ്ങനെ മാനവരാശി സ്നേഹിച്ചവനായ ദൈവം മനുഷ്യന്റേതായ ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യനിങ്ങനെ മതത്തിന്റെ ആശയങ്ങളിലൂടെ അല്ലെങ്കിൽ മതത്തിന്റേതായ ആ പ്രത്യേക ശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ട് രക്ഷ നേടാതെ വന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം മനുഷ്യനായി അവതരിച്ച വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കുവാനോ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുവാനോ അല്ല, മറിച്ച് മാനവരാശിയെ മുഴുവനും അവന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ കന്യകയിലൂടെ ജാതനായി 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് തുടർന്നുള്ള 3 വർഷക്കാലം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കപ്പെടുവാനിടയായി. രോഗികൾക്ക് സൗഖ്യം നൽകി, വിശന്നവർക്ക് ആഹാരം നൽകി, ദുഃഖിതരുടെ കണ്ണുനീർ തുടച്ചു, അഭയമില്ലാത്തവർക്ക് അഭയം നൽകി. അങ്ങനെ യേശു മനുഷ്യന് വേണ്ടി എല്ലാവിധമായ നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് യേശുക്രിസ്തു നല്ലൊരു മാതൃകാ ജീവിതം കാഴ്ചവെച്ചു. ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണം മനുഷ്യൻ മരിക്കേണ്ടതായ സ്ഥാനത്ത് യേശു മനുഷ്യന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെടുക മാത്രമല്ല, യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, ലോകത്തിൽ അനേക മഹാന്മാർ പലവിധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരം മഹാന്മാരെല്ലാം ഒടുവിൽ അവരുടേതായ ജീവിതം ശവക്കല്ലറകളിൽ ഒതുക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ യേശുക്രിസ്തു മാത്രം അങ്ങനെ ശവക്കല്ലറയിൽ ഒതുങ്ങിയില്ല. യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തുടർന്ന് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർ കാണുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ആരോഹണം ചെയ്യുമ്പോൾ ഇപ്രകാരം ഒരു വാഗ്ദത്തം നൽകി, ഇത് തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരും. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ മുഖാന്തരം ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനാകുന്ന യേശു അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും.
പ്രിയമുള്ളവരെ, ആ യേശുവിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണങ്ങൾ ഇന്നത്തെ ഓരോ കാലഘട്ടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ വായിക്കുകയും അനുദിനമുള്ള വർത്തമാന പത്രങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും, ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങളും യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, മടങ്ങിവരവ്, ഇതെല്ലാം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ദൈവിക പ്രവർത്തനങ്ങളാണ്. അങ്ങനെ മനുഷ്യന് വേണ്ടി വന്നു, മനുഷ്യന് വേണ്ടി ജീവിച്ചു, മനുഷ്യന് വേണ്ടി മരിച്ചു, മനുഷ്യന് വേണ്ടി അടക്കപ്പെട്ടു, മനുഷ്യന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്ന ആ യേശുക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരകനാണ്, എന്റെ ജീവിതത്തെ രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു ആശയമല്ല, ജനകോടികൾ ആർജിച്ചെടുത്ത ജീവിത അനുഭവമാണ്. എന്നോടൊപ്പം ധാരാളം ചെറുപ്പക്കാരനോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. ആ ചെറുപ്പക്കാരും മദ്യത്തിനും ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾക്കുമൊക്കെ അടിമകളാകേണ്ടവരുമായിരുന്നു. യേശുവിന്റെ സന്ദേശം അവരെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം നിമിത്തം, അതല്ല മറ്റേതെങ്കിലും കാരണങ്ങൾ നിമിത്തം ജീവിതത്തിൽ സന്തോഷമില്ലാത്തവരായി, സമാധാനമില്ലാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ലോകം തരാത്തതായ ദിവ്യസമാധാനം നൽകുവാൻ യേശു എന്ന് പകൽക്കാലം നിങ്ങളുടെ അടുക്കലുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നത്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് യേശു വാഗ്ദാനം ചെയ്തു. തീർച്ചയായും ഈ സന്ദേശത്തിനോട് പറയുമ്പോൾ തന്നെ യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ അത്ഭുതകരം നിങ്ങളെ സ്പർശിക്കുവാനായിട്ടിടയായിത്തീരും. ജീവിതത്തിൽ ഇതുവരെ സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ കഴിയാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരം നിങ്ങളായിരിക്കുന്നിടത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, അങ്ങേ ഞാൻ എന്റെ രക്ഷകനെ കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ യേശുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവികപരമായിരിക്കുന്ന നിത്യമാകുന്ന സന്തോഷം പ്രാപിക്കുവാൻ കഴിയും. അത് ഒരു ദിവസമോ 2 ദിവസമോ മാത്രം നിലനിൽക്കുന്ന ഒരു സന്തോഷമല്ല, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിത്യാനിത്യകാലമുള്ള ഒരു വലിയ സന്തോഷമാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനമെല്ലാം താൽക്കാലികമാണ്. പ്രിയമുള്ളവരെ, ലോകം തരുന്നതായ സന്തോഷമെല്ലാം താൽക്കാലികമാണ്. ആ താൽക്കാലികത്തിനപ്പുറമായി നിത്യമാകുന്ന പ്രയാസങ്ങൾ വരുത്തുന്നതാണ് ലോകത്തിലെ പല കാര്യങ്ങളും. എന്നാൽ യേശു ഉള്ളത്തിൽ വരുക ഒരുവന്റെ ജീവിതത്തെ മറ്റു യാതൊരു വിധമായി വാലിബലം കൂടാതെ നിത്യമാകുന്ന സന്തോഷം പ്രാപിക്കുവാൻ കഴിയും. ജനകോടികൾ ആർജിച്ചെടുത്ത ആ ഒരു ജീവിതാനുഭവത്തിലേക്ക് നിങ്ങളെ ഏവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു. നിങ്ങളുടെ ജീവിതമെല്ലാം നിത്യമാകുന്ന സന്തോഷത്തിന് ഉടമകളായി തീർന്നുകൊണ്ട് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതത്തിനായി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സന്ദേശം കേട്ടതായി നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എന്റെ വാക്കുകൾക്ക് ഇവിടെ വരാൻ കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.